യോഹന്നാൻ സുവിശേഷം 1:14. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസമായി. കർത്താവേ, ഈ മണിക്കൂറിൽ ഞങ്ങൾ വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങിറങ്ങി വരണമേ, മാംസമാകണമേ. ഞങ്ങളുടെ ഹൃദയത്തെ മുഴുവൻ അങ്ങ് ഏറ്റെടുക്കണമേ. മനസ്സിൻ്റെ വ്യഥകൾ, നൊമ്പരങ്ങൾ, ആകുലതകൾ, ഈശോയെ പ്രാർത്ഥിക്കുവാനുള്ള തടസ്സങ്ങളെല്ലാം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഞങ്ങളിൽ നിന്നും എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടച്ച് 2 കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്താം. ആംബിയൻസ്, ഈ സമൂഹത്തിന് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ഒരുങ്ങട്ടെ കർത്താവിനെ കേൾക്കുവാൻ. എല്ലാം ഒരുങ്ങട്ടെ കർത്താവിനെ കേൾക്കുവാൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, ദൈവമായ കർത്താവ് അരുൾ ചെയ്തു. ദൈവമായ കർത്താവ് അരുൾ ചെയ്തു. എല്ലാം അരുൾ ചെയ്താണ് ദൈവം സൃഷ്ടിച്ചത്. വചനമായിരുന്നു അരുൾ ചെയ്യപ്പെട്ടത്. അത് പുത്രനായിരുന്നു, അത് കർത്താവായിരുന്നു. ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് സൃഷ്ടിക്കപ്പെട്ട വചനത്തെയാണ്. ഈശോ 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോയെ കേൾക്കുവാൻ ഒരുങ്ങാൻ, കർത്താവേ എൻ്റെ മനസ്സിനെയും മധുരത്തെയും ഒരുക്കുവാൻ എന്നെ സഹായിക്കണമെന്ന പ്രാർത്ഥനയോടെ 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി സമൂഹത്തിനെ മുഴുവൻ സമർപ്പിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ജെറമിയ പ്രവചനം 23:29. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി വാ തുറന്ന് ശക്തിയോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന. ഒരാ വാ തുറന്ന് സ്തുതിച്ചേ, വിട്ടുകൊടുത്ത് സ്തുതിച്ചേ, കണ്ണുകൾ അടച്ച് സ്തുതിച്ചേ. സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വരട്ടെ. മാലാഖമാരുടെ ഭാഷ. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് ഇരുകരങ്ങളും വീശി പാടാം. ആടിത്തരുമ്പോൾ ഏറ്റുപാടാം. സ്വർഗത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ.
ഈശോ അൽത്താരയിൽ നിന്നും ഇറങ്ങി വന്ന് ഈ സമയത്ത് ശാന്തമായി പ്രാർത്ഥിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. കണ്ണുകൾ അടച്ച് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഈശോ നാമത്തിൽ സ്തുതിച്ചുകൊണ്ടേയിരുന്നേ. ഇടയ്ക്കിടയ്ക്ക് വലത്തെ കാലുമുട്ടിന് താഴേക്ക് അസ്വസ്ഥപ്പെടുന്നു, നിൽക്കാൻ പോലും പറ്റണില്ല, അത്രയും വേദനയാണ്. വലത്തെ കാലുമുട്ട് തൊട്ട് താഴോട്ട് ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് തൊട്ട് സുഖപ്പെടുന്നതായിട്ട് സന്ദേശം തരുന്നു. നാളുകളായുള്ള മൈഗ്രെയിൻ തലവേദന ഏകദേശം 2 വർഷത്തോളമായി മരുന്ന് കഴിക്കുന്നു. ഈശോ അടയാളം തരുന്നു, ഈ സമയത്ത് സുഖപ്പെടുന്നു. 2 പേരെ കർത്താവ് കാട്ടിത്തരുന്നു. അടയാളം ഇതാണ്. സ്തുതിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഇടത്തെ കൈയുടെ കൈവിരലുകൾ ചലിപ്പിക്കുന്നു കർത്താവ്. വാ തുറന്ന് കണ്ണുകൾ അടച്ചൊരിക്കൽ കൂടെ ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. നാളുകളായുള്ള സ്ഥലം വിൽപ്പന തടസ്സമുണ്ടായിരുന്നു. ആ വഴിയിൽ കൂടി തൊട്ടടുത്ത്, ആ പ്രദേശത്തിന് തൊട്ടടുത്ത് കൂടി ഒരു ചാൽ ഒഴുകുന്നുണ്ട്. ഇതാണ് സൂചന. ആ തടസ്സം കർത്താവ് ഈ സമയത്ത് എടുത്തു മാറ്റുന്നു. അച്ഛനോട് ചേർന്ന് 7 പ്രാവശ്യം വിളിച്ച് ഈശോയേ, 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 ഈശോയേ. 2 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അച്ഛൻ ചൊല്ലിത്തരുന്ന വചനം ഒന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് 2 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ജെറമിയ 32:27 ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴേക്ക് ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് സ്തുതി കൊടുക്കാവോ? മുന്നിലുള്ള ആൾക്ക് സ്തുതി കൊടുക്കാവോ? ഈശോയ്ക്കൊരു സ്തുതി കൊടുക്കാവോ? എല്ലാം കഴിഞ്ഞിട്ട് ഈശോയെ നോക്കുക അല്ലേ? ഹല്ലേലൂയ. ഈശോയ്ക്ക് വലിയൊരു കൈയ്യടി കൊടുത്തേ. നമുക്കിരിക്കാം, ഇരിക്കാം. ജെറമിയ പ്രവചനം 18-ാം അധ്യായം. ഹല്ലേലൂയ. ജെറമിയ പ്രവചനം 18-ാം അധ്യായം. അടുത്ത പ്രാവശ്യം മുതൽ വരുമ്പോൾ നിങ്ങളോട് ഒരു കാര്യം കൂടെ കൊണ്ടുവരാൻ അച്ഛൻ പറയട്ടെ. എന്താ? ഊണാണോ? കൂണോ? ബൈബിൾ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. നല്ലതാണെന്ന് തോന്നുന്നു. നിങ്ങൾ തീരുമാനിക്കുക. സ്ഥിരമായിട്ട് ഇവിടെ വരുന്നവരുണ്ടല്ലോ, വിശുദ്ധ ഗ്രന്ഥം കൊണ്ടുവന്നാൽ നല്ലതാണ്. കയ്യിൽ ഈശോയെ പിടിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്ത് എന്ത് ഭാഗ്യമാണ് നമുക്കുള്ളത്. ഈശോയ്ക്ക് വലിയൊരു കൈയ്യടി കൊടുത്തേ. ഇതാണ് ചിതലരിക്കാൻ പാകത്തിൽ ഈശോ വരുന്നതിൻ്റെ പേരാണ് എന്ത്? ചിതലരിക്കാൻ പാകത്തിൽ ഈശോ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. വേട്ടാവളിന് കൂട് കൂട്ടാൻ പറ്റുന്ന വിധത്തിൽ ഈശോ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ പേരാണ് വിശുദ്ധ ഗ്രന്ഥം, ബൈബിൾ. ഹല്ലേലൂയ. ഈശോയ്ക്ക് വലിയൊരു കൈയ്യടി കൊടുത്തേ. ഉറുമ്പിന് തിന്നാൻ പാകത്തിൽ ഫാനിന് പറത്തിക്കളയത്തക്ക വിധത്തിൽ ഭൂമിയിലേക്ക് ഈശോ ഇറങ്ങി വരുന്നതിൻ്റെ പേരാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന. ഹല്ലേലൂയ. ഈശോയ്ക്ക് വലിയൊരു കൈയ്യടി കൊടുത്തേ. അൽത്താരയിൽ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയ്ക്ക് വലിയൊരു കൈയ്യടി കൊടുത്തേ. ഈശോയേ, ഈശോയേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, അങ്ങയെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈ സമയത്ത് ഇവിടെ ഇന്ന് രാവിലെ വരുമ്പോൾ നടുവിന് കലശലായ വേദനയായിരുന്നു. അത് എളിയുടെ ഇടതുഭാഗത്തായിരുന്നു. ഈ സമയത്ത് ഒന്ന് നോക്കിക്കേ, അങ്ങനെ വേദനയുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഇപ്പോഴാ വേദനയിൽ കുറവുണ്ട്, തൊട്ടതായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാവോ? എളിയുടെ ഇടതുഭാഗത്താണ്. എളിയുടെ ഇടതുഭാഗത്ത് വേദന കുറവുണ്ട്. 1, 2. ഈശോയ്ക്ക് വലിയൊരു കൈയ്യടി കൊടുത്തേ. വലിയൊരു കൈയ്യടി കൊടുത്തേ.
നമ്മൾ രോഗശാന്തിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കുന്നില്ല അതിനു മുൻപേ. കാരണം വിശുദ്ധ കുർബാനയിൽ ആരാണ്? ഈശോ ആണ്. നിങ്ങൾ വന്ന് ഇരുന്നാൽ മതി, നത്തിങ് എൽസ്, വേറൊന്നും വേണ്ട. ഈശോയുടെ അടുത്ത് ചെന്ന് ഇരുന്നാൽ മതി. ഇരിക്കുമ്പോൾ കൃപയോ. കാരണം വിശുദ്ധ കുർബാനയിൽ ഈശോ ആരാധിക്കപ്പെടുമ്പോൾ സ്വർഗം മുഴുവൻ നമുക്ക് ചുറ്റുമുണ്ട്. സ്വർഗം മുഴുവൻ ചുറ്റിലും വന്ന് അത്ഭുതം നടക്കാൻ വല്ല കുറവുണ്ടാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഈശോയുടെ അടുത്ത് വന്ന് അൾത്താരയ്ക്കടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൃപ നിറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ. ഹല്ലേലൂയ. ജെറമിയ പ്രവചനം 18-ാം അധ്യായം. ഇവിടെ ഈശോ ഒരു ഉപമ വിവരിക്കുന്നുണ്ട്. ഒരു കൊച്ചു ഉപമ, ഒരു കൊച്ചു കഥ പറഞ്ഞാണ് പോകുന്നത്. ഇത് സംഭവിക്കുന്നത് ജെറമിയ പ്രവാചകൻ്റെ ജീവിതത്തിലൂടെയാണ്. കർത്താവ് ജെറമിയ പ്രവാചകനോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? ഉറക്കെ ആ വാക്കൊന്ന് പറഞ്ഞേ. ജെറമിയ പ്രവാചകനോട് പറഞ്ഞു, ജെറമിയ നീ എഴുന്നേൽക്ക്, എഴുന്നേറ്റ് ഒരു കുശവൻ്റെ ആലയിലേക്ക്, ഞാൻ കാണിച്ചു തരുന്ന കുശവൻ്റെ ആലയിലേക്ക് പോവുക. എന്താ കർത്താവ് പറഞ്ഞത്? ഞാൻ പറയുന്ന, ഏതെങ്കിലും അല്ല, ഞാൻ പറയുന്ന കുശവൻ്റെ ആലയിലേക്ക് നീ പോവുക എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പറയുന്ന കുശവൻ്റെ ആലയിലേക്ക് നീ പോ. അങ്ങനെ ജെറമിയ പ്രവാചകൻ കർത്താവ് പറഞ്ഞത് കേട്ട് ഉണർന്നെഴുന്നേറ്റ് കുശവൻ്റെ ആലയിലേക്ക്. ഏത് കുശവൻ്റെ ആലയിലേക്കാണ്? ഏത് കുശവൻ്റെ ആലയിലേക്കാണ്? കർത്താവ് പറഞ്ഞ കുശവൻ്റെ ആലയിലേക്കാണ് പോകുന്നത്. അതാണ്, തോന്നുന്നതല്ല, കർത്താവ് പറയുന്നത് ചെയ്യുമ്പോഴാണ് അവിടെ തമ്പുരാൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ കർത്താവ് പറഞ്ഞ കുശവൻ്റെ ആലയിലേക്ക് ജെറമിയ ചെല്ലുകയാണ്. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു മനോഹരമായ ദൃശ്യം. കുശവൻ പണ്ട് ചക്രമായിരുന്നു, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നല്ലേ, ചക്രമൊക്കെ ഉണ്ട്, പക്ഷേ രീതികൾ വ്യത്യാസമായി. അപ്പോൾ കുശവൻ ഇങ്ങനെ ചക്രം കറക്കി അതിലിങ്ങനെ കളിമണ്ണ് വെച്ച് നല്ല മനോഹരമായ പാത്രങ്ങൾ കളിമണ്ണ് കൊണ്ട് ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ജെറമിയ ശ്രദ്ധിക്ക്, ഈ കുശവൻ എന്താ ചെയ്യുന്നത്, ശ്രദ്ധിക്ക്. അങ്ങനെ ജെറമിയ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ജെറമിയ കാണുന്നത് ഇങ്ങനെയാണ്. കുശവൻ ഈ ചക്രത്തിൽ വെച്ച് കളിമണ്ണ് കൊണ്ട് മനോഹരമായി പാത്രമുണ്ടാക്കുന്നു. ചില പാത്രങ്ങൾ നേരെയാകാതെ പോവുകയാണ്. അപ്പോൾ കർത്താവിനോട് ജെറമിയ പറഞ്ഞു, കുശവൻ ഉണ്ടാക്കുന്ന ചില പാത്രങ്ങൾ നന്നാവാതെ വരുന്നുണ്ട്, അത് കുശവൻ എടുത്ത് മാറ്റി വയ്ക്കുന്നു. കർത്താവ് പറഞ്ഞു, നീ ഇനിയും ശ്രദ്ധിക്കുക, കുശവൻ എന്താ ചെയ്യുന്നത്. വീണ്ടും ജെറമിയ നോക്കി. അപ്പോൾ ഇത്തവണ കാണുന്നത് ഈ നേരെയാകാതെ പോയ പാത്രങ്ങൾ കുശവൻ വീണ്ടും ചക്രത്തിൽ വെച്ച് മെനഞ്ഞ് മനോഹരമായ മറ്റ് പാത്രങ്ങളാക്കി രൂപപ്പെടുത്തുകയാണ്. അപ്പോൾ ജെറമിയായോട് കർത്താവ് പറഞ്ഞു, ജെറമിയ നീ പ്രവാചകനാണ്, പോയി പ്രവചിക്കുക. ഇസ്രായേലിനോട് ചെന്ന് പറയുക, നിങ്ങൾക്കും ഇതുപോലെ തട്ടുകൾ, പൊട്ടലുകൾ, കുറവുകൾ വരുമ്പോൾ എന്തിനാ കരയുന്നത്? തിരികെ വാ, എൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു നോക്ക്. ചക്രത്തിൽ വെച്ച് ഞാൻ വീണ്ടും നിന്നെ മെനയും, ഞാൻ വീണ്ടും നിന്നെ കുറവുകളില്ലാത്ത ഒരു പാത്രമാക്കി മെനഞ്ഞെടുക്കും. കർത്താവിന് വലിയൊരു കയ്യടി കൊടുത്തേ. ഇതാണിന്ന് തമ്പുരാൻ പറയുന്നത്, നിനക്ക് മുറിവുകളുണ്ടെങ്കിൽ വച്ച് കെട്ടാൻ എനിക്ക് പറ്റും, കുറവുകളുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാൻ എനിക്ക് പറ്റും. ഹല്ലേലൂയ. ഇന്ന് തമ്പുരാൻ നമുക്ക് തരുന്ന ബോധ്യം ഇതാണ്. എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും ഞാൻ അത് സുഖപ്പെടുത്തും, വച്ച് കെട്ടും, ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. തനിച്ച് നിന്നാൽ കുറവുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആരുടെ കയ്യിലേക്ക് വിട്ടുകൊടുക്കണം? ആരുടെ കയ്യിലേക്ക്? യേശുവോടെ കയ്യിലേക്ക്. ഇത് ക്രിസ്മസ് കാലഘട്ടമാണ് അല്ലേ? ക്രിസ്മസ് കാലഘട്ടമാണ്. 25 നോമ്പ് ആരംഭിച്ചു. 25 നോമ്പ്. എന്തിനാ 25 നോമ്പ് നമ്മൾ ആചരിക്കുന്നത്? ഒരു കൊച്ച് സംഭവം അച്ഛൻ പറയാം. അമേരിക്കയിലെ ഒരു മ്യൂസിയത്തിൽ ചിത്രങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ചിത്രങ്ങൾ മനോഹരമായി പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ 4 ചിത്രങ്ങളുടെ ഒരു ശ്രേണി. എത്ര ചിത്രങ്ങൾ?
4 ചിത്രങ്ങളുടെ ഒരു ശ്രേണി ഇപ്രകാരമാണ്. ആദ്യത്തെ ചിത്രത്തിൽ ഇതിങ്ങനെ 4 എണ്ണം അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ്. ഒരു കഥ പോലെ ചിത്രങ്ങൾ വായിക്കപ്പെടാതെ തന്നെ കഥ പറയുന്നു. ഹല്ലേലൂയ. അതിനെയാണ് വാഗ്മേയ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നതിനെ വാഗ്മേയ ചിത്രം എന്ന് പറയും. ചിത്രം കഥ പറയുന്നത് നേരെ തിരിച്ച് മനോഹരമായി കഥ പറയും ചിത്രങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ, ഇവിടെ അൾത്താരയിൽ നോക്കിക്കേ, കുരിശ് അല്ലേ അല്ലേ? കുരിശിന് ചുറ്റും എന്തോ ഒന്ന് ചെറുതായിട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, കുരിശിന് ചുറ്റും എന്തോ ചെറുതായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, എന്താ അത്? എന്തുപോലെ തോന്നുന്നുണ്ട്? അതൊരു മല പോലെയാണ്. അതെ, അതൊരു മലയാണ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ ആലയത്തിൻ്റെ പേരെന്താ? അവിടെ എഴുതി വെച്ച് മൗണ്ട്, യെസ്, കർമ്മലമല. കർമ്മലമല, കർമ്മലമല കയറുക എന്ന് പറഞ്ഞാൽ സ്വർഗം കയറുക എന്നാണ് സൂചിപ്പിക്കുക. യോഹന്നാൻ ക്രിസ്തുവിന്റെ കർമ്മല മലയേറ്റം ഇരുണ്ട രാത്രി എന്ന കൃതിയിൽ സുന്ദരമായത് പറഞ്ഞു പോകുന്നുണ്ട്. കർത്താവിൻ്റെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കർമ്മല മല കയറി ചെല്ലേണ്ടതുണ്ട്. കണ്ടോ, ഒരു ചിത്രം കഥ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതുപോലെ 4 ചിത്രങ്ങളുടെ ഒരു ശ്രേണി. ആദ്യത്തെ ചിത്രത്തിൽ ചീറിപ്പാഞ്ഞു പോകുന്ന, റെയിൽ പാളത്തിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു ട്രെയിൻ. ആദ്യത്തെ ചിത്രത്തിൽ പറഞ്ഞേ, നിങ്ങൾക്കൊരു ചീറിപ്പായലൊന്നും ഇല്ലല്ലോ, കിളി പോയ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അന്ന് അവർക്ക് പറഞ്ഞ ആദ്യത്തെ ചിത്രത്തിൽ എന്താ കണ്ടത്? ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു ട്രെയിൻ. രണ്ടാമത്തെ ചിത്രത്തിൽ അതുപോലെ പാളത്തിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു കാളക്കൂറ്റൻ. ആരാണ്? കാളക്കൂറ്റൻ. നല്ല ശക്തിയിൽ ഇങ്ങനെ. തൊട്ടടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്തേ, കൈ കൊടുത്ത് പറഞ്ഞേ, ആദ്യത്തെ ചിത്രത്തിൽ ആരാ ഉള്ളതെന്ന് പറഞ്ഞേ. മുഖത്തോട്ട് മുഖം നോക്കി, എന്നെ നോക്കിയല്ല, ആ മുഖത്ത് നോക്കി. അത് വൃത്തികെട്ടതാണെങ്കിലും നോക്ക്. അത് നോക്കി പറ. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണുള്ളത്? കാളക്കൂറ്റം. വീണ്ടും എന്നെ നോക്കിയല്ല, ആ സ്ത്രീയെ നോക്കി പറ. നിങ്ങൾ ആ പുരുഷനെ നോക്കി പറ. അതാണ്. അപ്പോൾ മൂന്നാമത്തെ ചിത്രം, ശ്രേണിയിലെ മൂന്നാമത്തെ ചിത്രം ഇതാണ്. ഒരേ റെയിൽ പാളം പരസ്പരം ഇടിക്കാനെന്നോണം പാഞ്ഞെടുക്കുന്ന കാളക്കൂറ്റനും ട്രെയിനും. ഓക്കെ. നാലാമത്തെ ചിത്രം വീണ്ടും റെയിൽ പാളത്തിലൂടെ പാഞ്ഞു പോകുന്ന ട്രെയിൻ. തൊട്ടടുത്ത് പാളത്തിന് ഒരു വശത്തായിട്ട് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന കാളക്കൂറ്റൻ. എന്തു പറ്റി? ട്രെയിൻ ഇടിച്ചു. കാളയ്ക്കറിയില്ലായിരുന്നു ട്രെയിനാണ് ശക്തനെന്ന്. കാളയെ ഇടിച്ചിട്ടു. ആ ചിത്രത്തിന്, നാലാമത്തെ ചിത്രത്തിൻ്റെ അടിയിൽ ഒരു അടിക്കുറിപ്പുണ്ട്. ഒരൽപ്പം മാറിയോടിയിരുന്നെങ്കിൽ. എങ്ങനെയാ? ഒരൽപ്പം മാറിയോടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഹല്ലേലൂയ. ചില സമയത്ത് നമുക്ക് തോന്നും, ഒന്ന് മാറിയോടിയിരുന്നെങ്കിൽ, ശരിയായില്ല, ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരായിരുന്നു എന്ന് ചിന്തിക്കും. യെസ്, ഡിസംബർ മാസം 25 ദിവസം മാറിയോടുന്ന കാലഘട്ടമാണ്. മാറിയോടാൻ തീരുമാനമെടുക്കുന്ന കാലഘട്ടമാണ്. ഏതൊരു നോമ്പുകാലം പോലെയും ഏതൊരു ആഗമന കാലം പോലെയും ഇത് കടന്നു പോകരുത്. കർത്താവ് ആദ്യമായിട്ട് കടന്നു വന്നതിൻ്റെ ഓർമ്മയ്ക്കാണ്. ഈ കാലത്തിൻ്റെ പേരെന്താണ്? മംഗളവാർത്താക്കാലം. മറ്റൊരു പേര് ആഗമനകാലം. ഇംഗ്ലീഷിൽ ഈ വാക്ക് ഇതാണ്, അഡ്വെൻറ്റ്. ആഗമനകാലം, അഡ്വെൻറ്റ് സീസൺ എന്നാണ്. ആഗമനകാലം. കർത്താവ് ഒരു പ്രാവശ്യം വരുന്നു, ഇനി വീണ്ടും വരും. രണ്ടാം വരവ്, രണ്ടാമത്തെ ആഗമനകാലം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങാൻ, മാറിയോടാൻ ഈ 25 ദിവസം നമ്മളോട് പറയുന്നു. ഹല്ലേലൂയ. 25 ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുൻപിലൂടെ കടന്നു വരും അല്ലേ? പുൽക്കൂട്, പുൽത്തൊട്ടി, ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് കാരൽ, ക്രിസ്മസ് കാർഡ്, പിന്നെന്താണ്? പറ, നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത് പറ. അത് തന്നെ, ക്രിസ്മസ് കേക്ക്. കൊതിയുള്ളവർ പറയും ക്രിസ്മസ് കേക്ക്. ക്രിസ്മസ് കേക്ക്, അതെ. ചേട്ടന്മാർ പറ. ക്രിസ്മസ് ബ്രാൻഡി. അതില്ല കേട്ടോ, ക്രിസ്മസ് ബ്രാൻഡി ഇല്ല.
അത് നിർത്തി. 25 ദിവസം നോമ്പ്. കഴിഞ്ഞ 2-3 ആഴ്ച മുൻപ് അച്ഛൻ തൃശ്ശൂർ ദിവ്യകാരുണ്യ ധ്യാനം നടക്കുവാണ്. വിശുദ്ധ കുർബാന, ഫുൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് മാത്രമുള്ള ധ്യാനമാണ്. അപ്പോൾ അതിനകത്ത് കുറേ പേര് ഇങ്ങനെ ധ്യാനത്തിന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ധ്യാനത്തിനൊരു കള്ളുകുടിയനുണ്ടായിരുന്നു. കള്ളുകുടിയൻ. അപ്പം വിശുദ്ധ ഇത് വേറൊന്നുമില്ല. വിശുദ്ധ കുർബാനയെക്കുറിച്ച് കേൾക്കുമ്പോൾ, അതാണ് നമ്മൾ പറഞ്ഞത്, കുർബാനയെക്കുറിച്ച് കേൾക്കുമ്പം, വിശുദ്ധ കുർബാനയുടെ അടുത്ത് ഇരിക്കുമ്പം സൗഖ്യമാണ്. ആരാധനയുടെ സമയത്ത് പുള്ളി ഒറ്റ കാർച്ചയാണ്, ഈശോയേ ചക്കര ഉമ്മ എനിക്ക് കുടിക്കല കേട്ടോ. ആരാധനയുടെ ഇടയ്ക്ക് ഒരു കള്ളുകുടിയൻ നിലവിളിച്ചതാണ്. പ്രസംഗങ്ങളില്ല, ഒരു ഉപദേശമില്ല. ആരാധനയുടെ ഇടയ്ക്ക് പുള്ളി കരഞ്ഞ് നിലവിളിച്ച്, ഈശോയെ ചക്കരമ്മ എനിക്ക് കുടിക്കല കേട്ടോ. തൃശ്ശൂർ ഭാഷയിൽ ഈശോയ്ക്ക് വലിയൊരു കയ്യടി കൊടുത്തേ. ഹല്ലേലൂയ. അപ്പോൾ വീട്ടിൽ മദ്യപാനി ഉണ്ടെങ്കിൽ എവിടെ കൊണ്ടുവരണം? പറ. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കൊണ്ടുവരണം. ഇതിനകത്ത് കുപ്പിയെടുത്ത് മറിച്ച് കളഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ കൊണ്ട് നിർത്ത്. പുള്ളി മാനസാന്തരപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മാറിയോടുന്ന കാലഘട്ടം, ഒരുപാട് കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ മുൻപിലൂടെ വരും. ഇതിൻ്റെ എല്ലാം അർത്ഥം അറിയാവോ എന്നതാണ് ചോദ്യം. നിങ്ങൾ കുറച്ച് പേരെങ്കിലും അച്ഛൻ ഈ ദിവസങ്ങളിൽ ഓൺലൈനിൽ ഉണ്ണിയെ തേടി എന്ന് പറഞ്ഞൊരു ഓൺലൈൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. കണ്ടായിരുന്നു. കുറച്ച് പേരെങ്കിലും കൂടുന്നുണ്ടാവും. അപ്പോൾ ഓരോ ദിവസവും ഈ ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. ഇന്നലെ എന്തിനെക്കുറിച്ചായിരുന്നു പറഞ്ഞത്? കേട്ടവർ പറ. ഇന്നലെ എന്തായിരുന്നു ആരംഭം? ഇന്നലെ ക്രിസ്മസ് പൂവായിരുന്നു നമ്മുടെ ധ്യാന വിഷയം. പോയിൻസെറ്റിയ, ക്രിസ്മസ് പൂവ് എങ്ങനെയാണ് ഒരു സാധാരണ, ഇതാണ് ഇതിൻ്റെ ചരിത്രം. വർഷങ്ങൾക്ക് മുൻപ് ഒരു മെക്സിക്കൻ കഥാപാരമ്പര്യമാണ്. ഒരു പെൺകുട്ടി, പേര് പെപ്പീറ്റ. ഈ പെൺകുട്ടി പാവപ്പെട്ട ദരിദ്രയായ പെൺകുട്ടി പുൽക്കൂട്ടിൽ അന്ന് അവസാനത്തെ 25-ാം ദിവസം പാതിരാ കുർബാനയ്ക്ക് പോകാൻ ഒരുങ്ങുകയാണ്. പക്ഷേ ഈശോയ്ക്ക് കൊടുക്കാൻ കയ്യിൽ ഒന്നുമില്ല. കരച്ചിലാണ്. അപ്പോൾ കുഞ്ഞനുജൻ വന്ന് പറഞ്ഞു, ചേച്ചി എന്തിനാ കരയുന്നത്? ഉണ്ണീശോയ്ക്ക് കൊടുക്കാൻ കയ്യിലൊന്നുമില്ല. ചേച്ചിയല്ല പറഞ്ഞിട്ടുള്ളത് ഉണ്ണീശോയ്ക്ക് എന്തു കൊടുത്താലും മതിയെന്ന്. ഇത്തിരി ആശ്വാസമായി അനിയൻ പറഞ്ഞപ്പോൾ. പോകുന്ന വഴിയിലുണ്ടായിരുന്ന കുറച്ച് പച്ചിലകളും പച്ച പുല്ലും ചെടിയും എല്ലാം ചേർത്ത് വെച്ചു. മഞ്ഞുകാലമാണ്, പൂക്കളില്ല. അപ്പോൾ ഈ പച്ച ബൊക്കയും കൊണ്ടാണ് ഈ പെൺകുട്ടി ഈ പുൽക്കൂട്ടിലേക്ക് ചെല്ലുന്നത്. പാതിരാ കുർബാന കഴിഞ്ഞു. വലിയ സമ്മാനങ്ങളും സ്വർണ്ണപ്പതക്കങ്ങളുമായി ജനം ഉണ്ണീശോയുടെ പക്കലേക്ക് കാഴ്ചവെക്കാൻ പോവുകയാണ്. ഈ പെപ്പീറ്റയുടെ കയ്യിൽ എന്ത് മാത്രമേ ഉള്ളൂ? പച്ച ബൊക്കെ. അതും വാടിത്തുടങ്ങി. വിറയാർന്ന കൈകളോടെ, നിറഞ്ഞ കണ്ണുകളോടെ ഈ പെൺകുട്ടി ഈ പച്ച ബൊക്കെ ഉണ്ണീശോയുടെ തൃപ്പാദത്തിൽ സമർപ്പിച്ചു. ഉണ്ണീശോയുടെ കാലിൽ തൊട്ട സമയത്ത് അപ്രത്യക്ഷിതം ഈ പച്ച ബൊക്കെ പകരം അവിടെ ഒരു ചുവന്ന ഇതളുകളുള്ള പൂവ് കടന്നു വന്നു. ആ പൂവിൻ്റെ പേരാണ് പോയിൻസെറ്റിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് എത്ര കുറവുണ്ടെങ്കിലും ഒന്നുമില്ലാത്തതാണെങ്കിലും പുൽക്കൂട്ടിൽ ഉണ്ണിയുടെ അടുത്ത് ചെന്ന് വയ്ക്ക്. മാറിയോടാൻ പറഞ്ഞില്ലേ? യെസ്, അത് തന്നെയാണ്. ചെന്ന് വയ്ക്ക്. എത്ര പച്ചപ്പാണെങ്കിലും വാടിയായിരിക്കുന്നതെങ്കിലും ജീവിതം പൂവിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോന്നിനും വിശുദ്ധ പുൽക്കൂടുമായി ബന്ധപ്പെട്ട്, ഈ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട് ഓരോന്നിനും അർത്ഥങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ അവിടെ ബുക്ക് സ്റ്റോളിൽ ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ചോദിക്കണം, ഇതിൻ്റെ അർത്ഥം എന്താ ചോദിക്കണം. എന്നിട്ട് വേണം വാങ്ങിക്കാൻ. കേട്ടോ? വാങ്ങിക്കാതിരിക്കുക. പക്ഷെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ക്രിസ്മസ് ട്രീയുടെ പുറകിലുള്ള ചരിത്രം? ക്രിസ്മസ് ട്രീ വീണ്ടും ചരിത്രങ്ങളെല്ലാത്തിനും ചരിത്രമാണ്. ക്രിസ്മസ് ട്രീയുടെ പുറകിലുള്ള ചരിത്രം ഇതാണ്. 7-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ബോണിഫേസ് പുണ്യവാളനാണ് ക്രിസ്മസ് ട്രീ ആദ്യമായിട്ട് കുഴിച്ചെടുത്തത്. ഇതിന് പുറകിലൊരു ചരിത്രമുണ്ട്. ആ കാലഘട്ടത്തിൽ ജർമ്മനിയിൽ ഓക്കുമര ദേവനോടൊരു ആരാധന. എന്തിനോട്? ഓക്കുമരം ദേവൻ. 1-ാം പ്രമാണ ലംഘനമാണ്. അതിനെയാണ് അവർ ആരാധിച്ചിരുന്നത്. ഇത് ശരിയാവില്ല. ക്രിസ്മസ് സമയത്ത് ഓക്ക് ദേവനോ? പറ്റില്ല. എന്ത് ചെയ്തു? മനോഹരമായ ഒരു ട്രീ കൊണ്ടുപോയി തൂക്കി അതിൽ ദീപാലങ്കാരങ്ങൾ ചേർത്ത് വെച്ചു.
ഇത് ഈശോയെ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് വചനത്തിലൂടെ കർത്താവ് പറയുന്നുണ്ട്. ജെറമ്യാ പ്രവചനം 17-ാം അധ്യായം 7-ാം തിരുവചനം. വലതുകരം ഉയർത്തി വചനം ഒന്ന് പറഞ്ഞേ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. സാധാരണ ചിന്തിച്ച് നോക്കിയേ, ക്രിസ്മസ് ട്രീയുടെ നിറവേതാ? പച്ചപ്പുള്ള മരങ്ങളെയാണ് നമ്മൾ ക്രിസ്മസ് ട്രീ ആക്കുന്നത് അല്ലേ? ഇതിൻ്റെ ചരിത്രം ഇതാണ്. എപ്പോഴും ആറ്റുതീരത്ത് തട്ട മരം പോലെ എപ്പോഴും പച്ചപ്പാണ്. കാരണം വളരുന്നത് എവിടെയാണ്? കർത്താവിൻ്റെ കയ്യിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന ഇതുപോലെയാണ്. ഈ ക്രിസ്മസ് ട്രീ എപ്പോഴും പച്ചയായിരിക്കുന്നത് പോലെ ജീവിതം പച്ചയാവണമെങ്കിൽ ആരുടെ കയ്യിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണം? പറ, ഈശോയുടെ കയ്യിലേക്ക്. ഇനി ഈ ക്രിസ്മസ് ട്രീകളിൽ ദീപാലങ്കാരങ്ങൾ എന്ന് വെച്ചാൽ മനോഹരമായ തിരികൾ, നക്ഷത്രങ്ങൾ എല്ലാം ചേർത്ത് വയ്ക്കുന്നതിന് പുറകിൽ ഒരു ചരിത്രമുണ്ട്. മാർട്ടിൻ ലൂഥർ 15-ാം നൂറ്റാണ്ടിൽ ഒരു ഗ്രാമപ്രദേശത്തുകൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഈ ഗ്രാമപ്രദേശത്തുകൂടെ നടന്നു പോകുമ്പോൾ പൈൻ മരങ്ങൾക്കിടയിലൂടെ നക്ഷത്രങ്ങൾ കണ്ടു. അപ്പോൾ ഇങ്ങനെ നക്ഷത്രങ്ങൾ കണ്ടപ്പോൾ ഇദ്ദേഹം ഇത് മനോഹരമാണല്ലോ എന്ന് മനസ്സിലാക്കി. ഭവനത്തിൽ ചെന്നു അവിടെ ഉണ്ടായിരുന്ന പൈൻ മരങ്ങളിൽ, എവർഗ്രീൻ മരങ്ങളിൽ വിളക്കുകൾ തൂക്കിയിട്ടു. ഇതായിരുന്നു ഇന്നത്തെ രീതിയിലുള്ള നക്ഷത്രങ്ങൾ തൂക്കിയുള്ള ക്രിസ്മസ് ട്രീയുടെ ചരിത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പുറകിൽ ചരിത്രമുണ്ട്. ഈ ചരിത്രമെല്ലാം നമ്മളോട് പറഞ്ഞു തരുന്ന ഒറ്റ കാര്യമാണ്. ഇന്ന് നമ്മൾ കേട്ട ആദ്യത്തെ വചനഭാഗം, കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് വിട്ടുകൊടുക്ക്. പാത്രം പൊട്ടിപ്പോയാലും പച്ചയായിരിക്കണമെങ്കിൽ എവിടേക്ക് ഇറങ്ങിച്ചെല്ലണം? കർത്താവിൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുക. വചനം മുഴുവനും നമുക്ക് തരുന്ന ബോധ്യം ഇതാണ്. അപ്പോൾ ഈ 25 ദിവസം, ആഗമനകാലം ആരംഭിച്ചു, 2-ാം തീയതിയായി, താമസിച്ചിട്ടില്ല. നോമ്പ് ഇന്ന് തുടങ്ങിയാൽ മതി. എന്തൊക്കെയാണ് നോമ്പെടുക്കുന്നത്? പറ. പച്ചക്കറിക്കല്ലേ? ചെമ്മീനോ? ഓഹോ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചെമ്മീനാണോ? തീരുമാനമെടുക്കുക. ഇറച്ചി, മീൻ, പാല്, മുട്ട, ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരുപാട് നോമ്പുകളുണ്ട്. 60 വയസ്സ് കഴിഞ്ഞാൽ നോമ്പെടുക്കണമെന്ന് വലിയ നിയമമൊന്നുമില്ല. അപ്പോൾ തീരുമാനമെടുക്കുക. ചെറിയ നോമ്പുകൾ എടുത്താൽ മതി. ഒരു സിസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അച്ഛാ ഞാൻ വായിക്കുമ്പം, ഓഫീസ് വായിക്കുമ്പോൾ, കാനന നമസ്കാരം വായിക്കുമ്പോൾ നടുനിവർത്തിയിരിക്കും. ഇന്ന് നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാമിൽ ഇന്നത്തെ ഉപവിപ്രവൃത്തി സുഹൃതം എന്താ? നടുനിവർത്തിയിരിക്കുക. കസേരയിൽ നടുനിവർത്തിയിരിക്കുക, ചാരിയിരിക്കില്ല. അതൊരു നോമ്പ, ഉപവാസ, ത്യാഗമാണ്. ഹല്ലേലൂയ എന്ന് കേട്ടാലും ഞാൻ നടുനിവർത്തി തന്നെ ഇരിക്കുള്ളൂ അച്ഛാ, അല്ല ഞാൻ ചാരി ഇരിക്കുള്ളൂ അച്ഛാ. ഹല്ലേലൂയ. ചെറിയ കാര്യങ്ങൾ നമുക്ക് നോമ്പാക്കാം, ഉപവാസമാക്കാം. മുട്ടുകൊത്തി നിന്ന് മുഴുവൻ സമയം കുർബാനയ്ക്ക് കൂടുന്നവരുണ്ട്. നിയോഗം വയ്ക്കുക. ഇതെല്ലാം നോമ്പാണ്. ചെരുപ്പിടാതെ നടക്കുന്നവരുണ്ട്, നോമ്പാണ്. വെള്ളം അടിക്കാത്തവരുണ്ട്, നോമ്പാണ്. ഹല്ലേലൂയ. പാൽ ഒഴിവാക്കുന്നവരുണ്ട്, നോമ്പാണ്. എന്ത് വേണം ചെയ്യും. തലയണ ഒഴിവാക്കുന്നവരുണ്ട്, നോമ്പാണ്. ഡാനിയൽ ഫാസ്റ്റിംഗ് ചെയ്ത് ഉറക്കുന്നില്ല 21 ദിവസം. തലയണ, സുഗന്ധവർദ്ധക വസ്തുക്കൾ, പൗഡർ, ലിപ്സ്റ്റിക് ഒഴിവാക്കാം. അച്ഛൻ കുർബാന തരുമ്പോൾ അച്ഛൻ്റെ കൈ വൃത്തിയായിട്ടിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ നോമ്പെടുക്കുക. നിങ്ങൾ തീരുമാനിക്കുക. ഈശോയോട് നേരിട്ട് ചോദിക്കുക, ഏതാണ് ഞാൻ എടുക്കേണ്ട നോമ്പെന്ന്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. അച്ഛൻ ഈ പറഞ്ഞില്ലേ ക്രിസ്മസ് ട്രീയെക്കുറിച്ചും പോയിൻസെറ്റിയായെക്കുറിച്ചുമെല്ലാം, ഉണ്ണിയെ തേടി അച്ഛൻ്റെ ഒരു കുഞ്ഞു പുസ്തകമുണ്ട്. കുറച്ച് പേരൊക്കെ കേട്ട് കാണും. അപ്പോൾ അത് പുറകിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ കിട്ടും. അപ്പോൾ ആ പുസ്തകത്തിൽ ഇതിൻ്റെ എല്ലാം ചരിത്രങ്ങളും കഥകളും പറഞ്ഞ് 2nd എഡിഷനാണ്. 1st എഡിഷൻ തീർന്നു. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടാൽ അവിടെ സങ്കീർത്തിയിൽ അവർ തരും. അപ്പോൾ ചോദിച്ചാൽ മതി. അപ്പോൾ പ്രാർത്ഥിക്കാം. നമുക്ക് മുട്ടുകുത്തി നിൽക്കാം. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഈ ആരാധന. പ്രാർത്ഥിക്കാം. മുട്ടിന് വയ്യാത്തവരെ ഇരിക്കുക. ആരും നിൽക്കുന്നില്ല.
കരങ്ങളടിച്ച് ശക്തിയോടെ ചേർന്ന് പാടുന്നേ. ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ വന്ന് വാഴണമേ. എഴുന്നള്ളുന്ന യേശു രാജാവായ ഈശോ ഈ സമയത്ത് മേഘങ്ങളുടെ അകമ്പടിയോടുകൂടി എഴുന്നള്ളുന്നു. ഓരോ മിഴിയും അവനെ കാണട്ടെ. അവനെ കുത്തിമറിവേൽപ്പിച്ചവരും മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവ്വജനപദങ്ങളും അവന്റെ മുഖം ദർശിക്കട്ടെ. കരങ്ങൾ അടിച്ച് ചേർന്ന് പാടി. രാജാവായി പാടിയേ. ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളും യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. അതിനോട് 7 പ്രാവശ്യം എടുത്ത് ഈശോയേ കരങ്ങളടിച്ച് യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. കരങ്ങൾ ഉയർത്തി ഭാഷാവരമുള്ള ഒരു ഭാഷാവർദ്ധനം ശ്രദ്ധിക്കട്ടെ. പുറംവേദന, നട്ടെല്ലിന് തേയ്മാനം, ഇതുപോലെ ഉള്ള ഒരു മെഡിക്കേഷൻ ഡോക്ടർ ഇതുപോലെ പറഞ്ഞു. നട്ടെല്ലിന് തേയ്മാനം ഈ മേഖലയിലേക്ക് കർത്താവ് ഇടപെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നതായിട്ട് സന്ദേശം തരുന്നു. ഈശോയേ അലർജി സംബന്ധമായിട്ട് അസ്വസ്ഥത മൂക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ സമയത്ത് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 2ഓളം വ്യക്തികളെ കർത്താവ് തൊടുന്നതായിട്ട് സന്ദേശം തരുന്നു. ബെന്നി എന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നു. ബെന്നി എന്ന മകന് വേണ്ടിയുള്ള പ്രാർത്ഥന കർത്താവ് ഏറ്റെടുക്കുന്നതായിട്ട് സന്ദേശം തരുന്നു. ജോഷിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കർത്താവ് ഏറ്റെടുക്കുന്നതായിട്ട് സന്ദേശം തരുന്നു.
ജോലി തടസ്സം ഒരു യുവാവിനെ കർത്താവ് ഈ സമയത്ത് തൊടുന്നു, ശക്തിപ്പെടുത്തുന്നു. ആ ജോലി മേഖലയിലെ തടസ്സം കർത്താവ് നീക്കുന്നതായിട്ട് സന്ദേശം തരുന്നു. ആ കുഞ്ഞ് ഇന്നത്തെ ഈ ദിവസം സോക്സുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥപ്പെട്ടിട്ടുണ്ട്. തൻ്റെ സോക്സുമായി, കാലിലിടുന്ന സോക്സുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥപ്പെട്ടിട്ടുണ്ട്. ഇതൊരു അടയാളമാണ്. കർത്താവ് ആ വ്യക്തിയെ ആ മേഖലയിൽ തടസ്സം വരുന്നതായിട്ട് സന്ദേശം തരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ കയ്യിൽ IV ഇട്ട് ഗ്ലൂക്കോസ് ഇട്ട് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്ന അവസ്ഥയിലൂടെ കടന്നുപോയ വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് തൊടുന്നു. ഇന്ന് സമർപ്പിച്ച 2 പ്രാർത്ഥനകളിലേക്ക് കർത്താവ് നോക്കുന്നതായിട്ട് സന്ദേശം തരുന്നു. അതിനോട് ചേർന്ന് വിളിച്ച് ഈശോയേ, 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 ഈശോയേ. വെളിപാട് പുസ്തകം 22:12. ഇതാ ഞാൻ വരുന്നു, എന്റെ സമ്മാനവും കൊണ്ടുവരുന്നു. കരങ്ങളടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ശക്തിയോടെ കരങ്ങളടിച്ച് കർത്താവേ, രാത്രിയിലുള്ള അങ്ങയുടെ കരുതലിനെ ഞാനിപ്പോൾ ഓർക്കുന്നു. രാവിലെയുള്ള അങ്ങയുടെ വിശ്വസതയ്ക്ക് നന്ദി പറയുന്നു. ഈ സമയത്ത് കർത്താവേ, ഞങ്ങൾക്ക് ചുറ്റും അഭിഷേക കോട്ട കെട്ടണമേ. കർത്താവേ, ഞങ്ങളുടെ വേദനകള്, നൊമ്പരങ്ങള്, അസ്വസ്ഥതകള് കർത്താവേ അങ്ങ് അറിയുന്നുവെന്ന ബോധ്യം നിറയ്ക്കണമേ. 139 സങ്കീർത്തനം. എന്റെ ഇരിപ്പും കിടപ്പും നടപ്പും എല്ലാം അറിയുന്ന തമ്പുരാനെ ബോധ്യം നിറയ്ക്കണമേ. എല്ലാം അങ്ങ് അറിയുന്നുണ്ടെന്ന് കരങ്ങളടിച്ച് മക്കളില്ലാതെ വേദനിക്കുന്ന മരുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥന ഈശോ ഈ സമയത്ത് ഏറ്റെടുക്കുന്നു. കുഞ്ഞിന്റെ പഠനവൈകല്യം മാറാൻ വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിന്റെ പഠനവൈകല്യം മാറാൻ വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു. നാവിൽ ഈശോ എന്ന് എഴുതി കൊടുക്കുക. ആ കുഞ്ഞിനെ കൊണ്ട് ദിവസവും 99 പ്രാവശ്യം 9 ദിവസം ഈശോ എന്ന് എഴുതിപ്പിക്കുക. കർത്താവ് ആ കെട്ട് പൊട്ടിക്കുമെന്ന് ഈ സമയത്ത് സന്ദേശം തരുന്നു. ശക്തിയോടെ സ്തുതിച്ചേ. ഞാൻ അവന്റെ മുൻപിൽ താണിരുന്നപ്പോൾ കരങ്ങളടിച്ച്
പ്രാർത്ഥിച്ചേ. Lord, the power of the Holy Spirit, the power of the peace and environment, rebuke and command every spirit of oppression, obsession, fear and sinful body to be departed from all these different gathering here. ജെറമിയ 3:15 മലാക്കി 2:7 അഭിഷേകത്തിൽ മക്കളുടെ എല്ലാ അസ്വസ്ഥതകളും ഈ സമയത്ത് വിട്ടുപോകട്ടെ. കർത്താവിന്റെ കുരിശിലേക്ക് എല്ലാ രോഗപീഠകളെയും നാരകീയ ശക്തികളെയും സാധിച്ച് ബഹിഷ്കരിച്ച് കെട്ടി ചേർത്ത് വയ്ക്കുന്നു. മത്തായി 4:10 സാത്താനെ പുറത്തു പോകും. ഫിലിപ്പി 2:10 ഇത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല മുട്ടുകളും മുടക്കുന്നതിന് യേശുക്രിസ്തു കർത്താവാണെന്ന് എല്ലാ നാവുകളും ഏറ്റുപറഞ്ഞതിന് വേണ്ടിയാണ്. കരങ്ങളടിച്ച് യേശുവേ വന്നു വാഴണമേ, യേശുവേ വന്നു വാഴണമേ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഇരുകരങ്ങളുയർത്തി ഒന്നുകൂടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. 2 സാമുവേൽ 22:10 വചനം പറയുന്നു, കർത്താവേ ആകാശം ചായ്ച്ചങ്ങ് ഇറങ്ങി വന്നു, കൂരിരുട്ടിന്റെ മീതെ പാദമുറപ്പിച്ചു. ആകാശം ചായ്ച്ച് കർത്താവ് ഇറങ്ങി വരട്ടെ, കൂരിരുട്ടിന്റെ മീതെ പാദമുറപ്പിക്കട്ടെ. എന്റെ തമ്പുരാനെ, എന്റെ ജീവിതത്തില്, കുടുംബത്തില്, വ്യക്തി ജീവിതത്തില്, സമൂഹ ജീവിതത്തില് ഏതെങ്കിലും വിധത്തിലുള്ള അന്ധകാരമുണ്ടെങ്കിൽ ഈ സമയത്ത് ഇറങ്ങി വന്ന് തൊട്ട് വിശുദ്ധീകരിക്കണമേ. പാതുറന്ന് അച്ഛനോട് ചേർന്ന് വിളിച്ച് ഈശോയേ, 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 എനിക്കായി കരുതുന്നവൻ. കരങ്ങളടിച്ച് എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതി. ചോദിക്കില്ല കർത്താവേ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്ന് അറിഞ്ഞിടും ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്ന്. കരങ്ങൾ ഉയർത്തിയടിച്ച് എനിക്കായി കരുതുന്നവൻ, എനിക്കായി കരുതുന്നവൻ, എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ. എനിക്കായി കരുതുന്നവൻ, എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ. എന്നെ കൈവിടാത്തവൻ, എന്റെ കൂടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. കണ്ണുകൾ അടച്ച് 2 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ക്ലോസ് യുവർ ഐസ്. 2 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും. നല്ല ഈശോയെ, തമ്പുരാനെ നന്ദി പറയണോ കർത്താവേ. പ്രഭാതം മുതൽ അങ്ങയോടൊപ്പമായിരിക്കുവാൻ എനിക്ക് കൃപ നൽകി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കർത്താവേ. ഈശോയെ, 25 നോമ്പ് ആരംഭിക്കുകയാണ്. ഇന്ന് ഞാൻ അങ്ങേക്ക് ഒരു വാക്ക് തരികയാണ്. എൻ്റെ തമ്പുരാനെ, വേറൊന്നിനേക്കാളും അങ്ങേക്കാൾ അധികമായി ഞാൻ സ്നേഹിക്കില്ല. അങ്ങേക്കാൾ വേറൊന്നിനെയും സ്നേഹിക്കില്ല കർത്താവേ. കണ്ണുകൾ അടച്ച് കരങ്ങൾ 2 ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈരടി ഏറ്റുപാടാം. വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ചേർന്ന് പാടുകയും. വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല യേശുവേ. നീ എനിക്കായി തന്നതും, നീ എനിക്കായി തന്നതും, നീ എനിക്കായി തന്നതും
കേട്ടതില്ല. പാടിയേ. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. കർത്താവേ, അങ്ങേക്കാൾ സ്നേഹിക്കില്ല കർത്താവേ, സ്നേഹിക്കില്ല എന്റെ കർത്താവേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല. ഒറ്റയ്ക്കായി പോകുമ്പോഴും അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ അറിയണം. ഈശോ മാത്രം മതി, വേറെ ആരെയും വേണ്ട. എൻ്റെ ഈശോയെ, വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല. കണ്ണ് തുറന്ന് ഈശോയെ നോക്കി, വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ. യേശുവേ, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ. യേശുവേ, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ. മുട്ടുകുത്തി നിന്ന് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരു നിമിഷം കണ്ണടച്ച് നിശബ്ദതയിൽ ശാന്തതയിൽ നല്ല തമ്പുരാനെ, ലവ് യു, ഞാൻ സ്നേഹിക്കുന്നു. ഈശോയെ, അപ്പമാകാൻ എൻ്റെ മുന്നിലേക്ക് ഇറങ്ങി വന്നു. കാലിത്തൊഴുത്തിൽ പുൽത്തൊട്ടിയിലാ കർത്താവ് വന്നു വീണത്. കാലികൾ ഭക്ഷിക്കുന്ന പാത്രമാ പുൽത്തൊട്ടി. ആത്മാവിന് അപ്പമാകാൻ വന്നവൻ പുൽത്തൊട്ടിയിലാ വന്നു വീണത്. കാലികൾ അപ്പം കഴിച്ചുകൊണ്ടിരുന്ന പുൽത്തൊട്ടിയിൽ ഇന്ന് എൻ്റെ കർത്താവ് അപ്പമായി എനിക്ക് മുന്നിൽ. എൻ്റെ തമ്പുരാനെ നന്ദി പറയണം, ആരാധിക്കുന്നു. ശിരസ്സ് നമിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ
ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ദൈവമേ നിൻ പാദേ സർവം അർപ്പിച്ചേകാം, എന്നേരവും സ്തുതി ആരാധന. കൺകുളിർക്കെ കാണാൻ മാനം തുറന്നേകാം, എന്നേരവും സ്തുതി ആരാധന.